എണ്ണ, പ്രകൃതിവാതകം ഉൾപ്പെടെ ലോകത്തിലെ പ്രധാനപ്പെട്ട വ്യാപാരവുമായി ബന്ധപ്പെട്ട കപ്പലുകളെല്ലാം കടന്നു പോകുന്ന ഹോർമുസ് കടലിടുക്ക് വഴിയാണ്. അവിടെ ഇറാൻ ചില ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തി. എന്ന് പറഞ്ഞാൽ ചൈനയുടെ കപ്പലുകൾ മാത്രമേ കടന്നു പോകുന്നുള്ളൂ. ഇപ്പോൾ അമേരിക്ക പറഞ്ഞിരിക്കുകയാണ് ഊർജ്ജോൽപാദനത്തിന് അല്ലെങ്കിൽ ഊർജ്ജ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ വ്യാപാരങ്ങളും പുനഃസ്ഥാപിക്കാനായിട്ട് അമേരിക്ക ഇറങ്ങിത്തിരിക്കാൻ പോവുകയാണ്. എന്ന് വെച്ചാൽ ഹോർമുസ് കടലിടുക്ക് വഴി കപ്പലുകളെല്ലാം സഞ്ചരിക്കും. അങ്ങനെ ചെയ്താൽ IRGC ഇറങ്ങി കപ്പലുകൾ കത്തിക്കുമെന്നാണ് ഇറാൻ ഒരു വാണിംഗ് പോലെ നൽകിയിരിക്കുന്നത്. ഇപ്പോൾ എന്തായാലും ഈ ക്രൂഡ് ഓയിലിൻ്റെ വില കുതിച്ചുയർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനിയും യുദ്ധം തുടർന്നാൽ അത് ബാരലിന് $150 വരെയാകും. ഇപ്പം തന്നെ $100 അടുത്ത് എത്തിക്കഴിഞ്ഞു. എന്തായിരിക്കും സംഭവിക്കുക? ഈ പൊതുവെ ധരിച്ചു വെച്ചിരിക്കുന്ന പോലെ ഹോർമുസ് കടലിടുക്ക് ഇറാൻ അടച്ചിട്ടൊന്നുമില്ല. അത് തുറന്നു തന്നെയാണ് കിടക്കുന്നത്. അവിടെ അടയ്ക്കാനായിട്ട് ഗേറ്റും ഒന്നുമില്ല. ഇതിലേ പോയാൽ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുക, അതാണ് ഈ അടച്ചിടുക. ചൈനയ്ക്ക് മാത്രമായിട്ട് ഇളവ് കൊടുത്തു എന്ന് പറയുന്നത് ശരിയല്ല. ഇളവ് കൊടുത്തിട്ടൊക്കെ ഉണ്ട്, പക്ഷേ ചൈനയും അതിലെ കപ്പലുകൾ കൊണ്ടുപോകുന്നില്ല. കാരണം ആരെപ്പോൾ എന്ത് ചെയ്യുമെന്ന് ആർക്കും അറിയില്ല. കടലിനടിയിൽ മൈൻസ് വെച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. വലിയ റിസ്ക്കാണ് അതിലേ പോകുന്നത്. അതുകൊണ്ട് കപ്പലുകൾ പോകാതെ കിടക്കുന്നു. ഒരു കപ്പലും പോകുന്നില്ല. ഏതാ ഒന്നോ മറ്റേ ചിലപ്പോൾ പോയി കാണും. അങ്ങനെ ഒരു തീർച്ചയായും മോശമില്ലാത്ത അവസ്ഥയിലാണ് ഹോർമുസ് കടലിടുക്കുള്ളത്. IRGC ആരുടെയും നിയന്ത്രണത്തിലല്ല ഇപ്പോൾ. അതുകൊണ്ടാണ് പെസഷ്കിയാൻ ഗൾഫ് രാജ്യങ്ങളോട് മാപ്പ് പറഞ്ഞിട്ട് പോലും പിന്നെയും ഗൾഫ് രാജ്യങ്ങളുടെ നേർക്ക് ആക്രമണം നടത്തുന്നത് IRGC ചെയ്യുന്നതാണ്. IRGC ഒരു പ്രൈവറ്റ് സേനയാണ്, ഖമനിയുടെ കീഴിലായിരുന്നത്. അപ്പോൾ ഖമനി എഴുതി വച്ചിരിക്കുന്നത് എന്തെങ്കിലും കാരണവശാൽ ഞാനില്ലാതെ ആയിക്കഴിഞ്ഞാൽ ഞാൻ തന്ന നിർദ്ദേശങ്ങൾ അത് രണ്ടാമൻ വരുന്നത് വരെ അതേ നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ടിരിക്കണം. അപ്പോൾ IRGC ചെയ്യുന്നത് ഖമനി ഞങ്ങളോട് പറഞ്ഞിരുന്നു ഗൾഫ് നാടുകളെ ആക്രമിക്കാൻ, ഞങ്ങൾ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്ത ഖമനി വരട്ടെ, അങ്ങേര് പറഞ്ഞാൽ ഞങ്ങൾ നിർത്താം. അതല്ലാതെ പെസഷ്കിയാനും അവനും പറഞ്ഞാൽ ഞങ്ങൾ നിർത്തുകയില്ല. ഇത് അവരുടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാക്ചിയും ഒരു പോഡ്കാസ്റ്റിൽ ഇത് പറഞ്ഞിരുന്നു. വി ഡോണ്ട് ഹാവ് എനി കൺട്രോൾ ഓവർ IRGC ഒരു സ്വതന്ത്ര സേനയാണ്, അവർക്ക് എവിടെയും ആക്രമിക്കാം. സെയിം ഈസ് ദ കേസ് വിത്ത് ഹൂത്തി നോക്കിക്കോളൂ. ചെങ്കടലിൽ ഹൂത്തികൾ ആരോടെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്യുമോ, അവർക്ക് തോന്നിയ പോലെ അവരങ്ങ് ആക്രമിക്കും. ഒടുവിൽ ട്രംപുമായിട്ട് അവരുടെ ഒത്തുതീർപ്പിലെത്തി അമേരിക്കയുടെ കപ്പലുകൾ ആക്രമിക്കുകയില്ല എന്ന് പറയുന്നുണ്ട്. ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം. അതോടെ അമേരിക്കൻ കപ്പലുകളെ അവരാക്രമിക്കാതെ മറ്റ് കപ്പലുകൾ പോകുന്നില്ല എന്ന് ചോദിച്ചാൽ പോകുന്നുണ്ട്. ഏത് നിമിഷവും ആക്രമിക്കപ്പെടാം. ഇതാണ് ചെങ്കടലിലെ കണ്ടീഷൻ. ഇപ്പോൾ ഹോർമുസ് കടലിടുക്കിലെ കണ്ടീഷൻ ഒരു പുതിയ കണ്ടീഷനൊന്നും അല്ല. ചെങ്കടലിൽ നേരത്തെ മുതൽ നിലനിൽക്കുന്നൊരു കണ്ടീഷൻ ഹോർമുസ് കടലിടുക്കിലും വന്നേ ഉള്ളൂ. എണ്ണ വില കുതിച്ചു വരുന്നതിന് മറ്റ് റീസൺസും ഉണ്ടാവാം. സാധാരണ യുദ്ധമല്ലേ, വില കൂട്ടണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് കൂട്ടുന്ന ഒരു സമ്പ്രദായം. അതൊരു നല്ല കാര്യമൊന്നുമല്ല, പക്ഷേ ഇൻ്റർനാഷണലി അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഇപ്പോൾ നാളെ അമേരിക്കയ്ക്ക് പോലും ഇടപെട്ട് ഈ ഹോർമുസ് കടലിടുക്ക് ഫ്രീ ആക്കേണ്ടി വരും. ഫ്രാൻസ് അതിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫ്രഞ്ച് പ്രസിഡൻറ്റ് ഇമാനുവൽ മാക്രോൺ അദ്ദേഹത്തിൻ്റെ എണ്ണമറ്റ ന്യൂക്ലിയർ സബ്മറൈൻ എത്രയുണ്ടെന്നറിയില്ല, അതിൻ്റെ മുമ്പിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തിട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് പറഞ്ഞു ഫ്രാൻസ് ഹോർമുസ് കടലിടുക്ക് സംരക്ഷിക്കാൻ തയ്യാറാണ്. പക്ഷേ ഒരു കാര്യം, ഞങ്ങൾ അമേരിക്കയുടെയോ ഇസ്രായേലിൻ്റെയോ കൂടെയാണെന്ന് വിചാരിക്കരുത്. ലോകവ്യാപാരം സംരക്ഷിക്കാനായിട്ട് ഞങ്ങൾ ഹോർമുസ് കടലിൽ ഇറങ്ങാൻ തയ്യാറാണ്. അതിന് ന്യൂക്ലിയർ ആയുധങ്ങളെങ്കിൽ ന്യൂക്ലിയർ ആയുധങ്ങൾ ഞങ്ങൾ പ്രയോഗിക്കും. ഇതാണ് മാക്രോൺ പറഞ്ഞത്. അപ്പോൾ ഈ IRGCയുടെ വരട്ട് കാര്യമായിട്ടൊന്നും ഫലിക്കും എന്നെനിക്ക് തോന്നുന്നില്ല. ഒന്നാമത് ഈ ഇപ്പോഴത്തെ യുദ്ധത്തിൻ്റെ അവസ്ഥയുണ്ടല്ലോ, ഇറാൻ്റെ കയ്യിൽ എപ്പോൾ ആയുധം തീരും എന്നുള്ള ചോദ്യത്തിലാണ് നിൽക്കുന്നത്. അവരുടെ മിസൈൽ തീരുമല്ലോ ഒരു ദിവസം. ഈ മിസൈൽ അയക്കുന്ന സ്പീഡിൽ ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. അയക്കാൻ 100 മില്ലി-സെക്കൻഡ് മതി, ഉണ്ടാക്കാൻ അത് പോരല്ലോ. അപ്പോൾ ഒരു ദിവസം ഇറാൻ വിൽ ഗെറ്റ് എക്സോസ്റ്റഡ് ഓൺ ദെയർ മിസൈൽ സൈറ്റ്.
പിന്നെ അവരെന്ത് ചെയ്യും? നേവിയോ എയർഫോഴ്സോ അങ്ങനെയൊന്നും അവരുടെ ഇതില്ല. അപ്പോൾ അതിനു വേണ്ടി കാത്തിരിക്കുകയാണ് ഇസ്രായേലും അമേരിക്കയെല്ലാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ അതല്ലെങ്കിൽ ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഈ യുദ്ധം അവസാനിപ്പിക്കാനും പറ്റും. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം അവരൊരു ടാർഗറ്റ് അങ്ങ് തീരുമാനിച്ചാൽ മതി. ഖൊമൈനിയെ കൊല്ലാനായിരുന്നു ഞങ്ങളുടെ യുദ്ധം. ഖൊമൈനിയെ കൊന്നു, ബാക്കി അത്യാവശ്യം വന്ന ആൾക്കാരെയൊക്കെ കൊന്നു. ഇനിയിപ്പോൾ ഇറാനിലെ ജനത അവരുടെ കാര്യം തീരുമാനിക്കട്ടെ, ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞാൽ കഴിഞ്ഞു. അപ്പം അങ്ങനെ അവസാനിപ്പിക്കാൻ പല മാർഗങ്ങളുമുണ്ട്. പക്ഷേ ഇതിങ്ങനെ തള്ളി കൊണ്ടുപോവാണ് ഇറാനെ ഏറ്റവും മാക്സിമം ഇറാനെ പിച്ചക്കാരനാക്കിയിട്ട് നിർത്താം എന്നുള്ള ഉദ്ദേശമായിരിക്കാം. ഈ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗച്ചി പറയുന്നൊരു കാര്യം, US-ഉം ഇസ്രയേലും ചേർന്ന് ഞങ്ങളുടെ പൗരന്മാരെ കൊന്നു തള്ളുകയാണ്. അതൊരു വലിയ ഗുരുതരമായ ആരോപണമാണ്. മാത്രമല്ല അയൽ രാജ്യങ്ങളെ ഒന്നും തന്നെ, പ്രത്യേകിച്ച് ഈ അറബ് രാജ്യങ്ങളെ ഞങ്ങൾ മനഃപൂർവ്വം ആക്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആക്രമിച്ചു. അവർ ഇസ്രയേലും US-ഉം ഇവരെ ആക്രമിക്കുന്നു, ഞങ്ങൾക്ക് അവരെ തിരിച്ചടിക്കുന്നതായിട്ട് പറ്റാത്തതുകൊണ്ട് ഈ ഗൾഫ് രാജ്യങ്ങളെ ആക്രമിക്കുന്നു. അത് ഇറാന് ദോഷകരമല്ലേ? അല്ല, അവർ പ്രതീക്ഷിക്കുന്നത് ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ബഹളം വയ്ക്കും, അമേരിക്കയോട് പറയും നീ ഒറ്റ ഒരുത്തം കാരണമാണ് ഈ യുദ്ധമൊക്കെ തുടങ്ങി, നീ ഇത് നിർത്തുന്നൊക്കെ പറഞ്ഞിട്ട് അമേരിക്കയെ പ്രഷറൈസ് ചെയ്യും എന്നാണ് അവർ പ്രതീക്ഷിച്ചത്. ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ്. ബട്ട് അത് ഇവർ ചെയ്യുന്നില്ല, ഇവരതിന് തയ്യാറല്ല. അപ്പോൾ അവർ പറഞ്ഞു അത് അമേരിക്കയും ഇസ്രായേലും ഒക്കെ കൂടെ യുദ്ധം തുടങ്ങി, അത് തുടങ്ങരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നു. അതിൽ കവിഞ്ഞ് അവരുടെ കാല് പിടിക്കേണ്ട കാര്യമൊന്നും ഞങ്ങൾക്കില്ല. നിങ്ങൾ ഞങ്ങളോട് ചെയ്യുന്നത് മഹാവൃത്തികേടാണ്, ഞങ്ങൾ ഇതുവരെ തിരിച്ചടി തുടങ്ങിയിട്ടില്ല, തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളും വിഷമിക്കും. ഇതാണ് ഗൾഫ് രാജ്യങ്ങൾ കൊടുക്കുന്ന മെസ്സേജ്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹോർമൂസ് കടലിടുക്ക് വഴിയുള്ള വ്യാപാരമുള്ള പ്രശ്നമുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പം ഈ സൂയസ് കനാൽ വഴി അല്ലെങ്കിൽ ചെങ്കടൽ വഴി വേണമെങ്കിൽ ഒരു റൂട്ട് മാറ്റിപ്പോകാം. പക്ഷേ അങ്ങനെ റൂട്ട് മാറ്റിപ്പോയാലും ഇപ്പോൾ ഇറാൻ പറയുന്നത് കേൾക്കാതെ ഹൂത്തികൾ കയറി ആക്രമിക്കും. അത് അമേരിക്കയ്ക്ക് ഭയമുണ്ട്. ഇപ്പോൾ അമേരിക്ക അത്തരത്തിലുള്ള ചില നീക്കങ്ങൾ നടത്തുന്നു. അതായത് അവരുടെ കയ്യിലുള്ള ഒരു വിമാനവാഹിനി കപ്പൽ അങ്ങോട്ട് നീക്കുന്നു. ഹൂത്തികൾ തന്നെ ഇറാൻ്റെ വേട്ടപ്പട്ടികളാണ് ഹൂത്തികൾ. അത് ഹൂത്തികൾക്ക് തന്നെത്താനൊരു നിലനിൽപ്പൊന്നുമില്ല. അവരെ ഫൈനാൻസ് ചെയ്തുകൊണ്ടിരുന്നത് ഇറാനാണ്. ഇറാൻ്റെ ഫൈനാൻസും ആയുധവും നിന്ന് കഴിഞ്ഞാൽ ഹൂത്തികൾ പിന്നെ എന്ത് ചെയ്യും? ഹൂത്തികളുടെ കയ്യിൽ ഒരു വേലിപ്പത്തൽ പോലും ഇല്ല. ഈ ഇറാൻ കൊടുക്കുന്ന സാധനമാണ് ഹൂത്തിയുടെ കയ്യിലുള്ളത്. അല്ല, ഹൂത്തിയായിട്ട് ആയുധങ്ങളൊന്നും നിർമ്മിക്കുന്നില്ല, ഒരു ചുക്കും ചെയ്യുന്നില്ല. അതൊരു ഗുണ്ടാസംഘമാണ് ഹൂത്തി. അവർക്ക് ഇറാനിൽ നിന്ന് ആയുധം വന്നാൽ വന്നില്ലെങ്കിൽ അവരുടെ കഥ കഴിഞ്ഞു. അപ്പോൾ എത്ര കാലം ഹൂത്തികൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു ഗുണ്ടാസംഘം എന്നുള്ള നിലയ്ക്ക്? അതും ഒരു പ്രശ്നമാണ്. ഇറാൻ്റെ റെസിലിയൻസാണ് ഇതിലിപ്പോൾ പ്രധാന സംഗതി. എത്ര ദിവസം ഇറാൻ പിടിച്ചു നിൽക്കും ഈ യുദ്ധത്തിൽ? ഇറാനെ പ്രകടമായിട്ട് സഹായിക്കാൻ ചൈനയോ റഷ്യയോ വരില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി. ഇനി പുറകിൽ കൂടെ അവരെ സഹായിക്കുന്നുണ്ട് എന്നൊക്കെ വിചാരിക്കാനും ഒരു ന്യായം കാണുന്നില്ല. ആയുധത്തിന് ആയുധം വേണ്ടത് സിനിമ അതെങ്ങനെ എത്തിക്കും ഇറാനിൽ? ചൈനയ്ക്ക് ഇറാൻ ആയുധം കൊടുക്കണമെന്നുണ്ടെന്ന് വെച്ചോ, എങ്ങനെ കൊടുക്കും? എതിലേ കൊണ്ടുപോയി കൊടുക്കും? അതൊക്കെ ഒരു വലിയ ഇഷ്യൂ ആണ്. അപ്പോൾ ചുരുക്കത്തിൽ ന്യായം ആരുടെ ഭാഗത്താണെന്നുള്ളതൊന്നും യുദ്ധത്തിൽ പ്രശ്നമല്ല, ശക്തി ആരുടെ ഭാഗത്ത് ആണ് എന്നുള്ളതാണ് ചോദ്യം. ശക്തി ആസ് ഓഫ് നൗ, ഇപ്പോഴത്തെ അവസ്ഥയിൽ ഈ അമേരിക്ക ഇസ്രായേൽ കൂട്ടുകെട്ടിനാണ് ശക്തി കാണുന്നത്. ഇറാൻ എന്തെല്ലാം വീമ്പ് പറഞ്ഞാലും അവർ ദിനം തോറും ക്ഷയിച്ചാണ് വരുന്നത്. ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാകുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ 27ഓളം കപ്പലുകൾ ഈ ഹോർമൂസ് കടലിടുക്കിൻ്റെ സമീപത്ത് അവിടെ തടഞ്ഞു വെച്ചിരിക്കുന്ന രീതി കടന്നിരുന്നു. ആ സമയത്ത് മറ്റു രാജ്യങ്ങളുടെ കപ്പലും വന്നിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പറയുന്നത് ഞങ്ങൾ ഇറങ്ങുമെന്ന് പറയുന്നത്. കാരണം അവർക്ക് ഈ അന്താരാഷ്ട്ര തലത്തിലുള്ള വ്യാപാരം നടന്നേ പറ്റൂ. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി തുടങ്ങിയ രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇപ്പോൾ ഇറാൻ്റെ നിലപാടിനോട് എതിർപ്പ്. എന്ന് പറഞ്ഞാൽ ഇറാൻ കൂടുതൽ ഒറ്റപ്പെടുന്നു. എന്ത് ചെയ്യാൻ പറ്റും ഇറാൻ ഇനി? അല്ല, ഇറാൻ ഈ ഒറ്റപ്പെടുന്നതിലൊന്നും അവർക്കിപ്പോൾ വിഷമമൊന്നുമില്ല. അവർ മറ്റേ കീലേരി അച്ചുവിനെ പോലെ ഒരു കത്തിയും കയ്യിലെടുത്തിട്ട് റോഡിൽ വരുന്നവരും പോകുന്നവരൊക്കെ വെല്ലുവിളിച്ചിങ്ങനെ നിൽക്കുകയാണ് ഇറാൻ. ഇനിയിപ്പോൾ അവരുടെ കൂടെ ആരുണ്ട് ആരില്ല എന്നൊന്നും അവർക്ക് നോട്ടമൊന്നുമില്ല. അവരുടെ നട്ടെല്ല് ഒടിഞ്ഞു പോയി. അപ്പോൾ ഇനിയിപ്പോൾ ബാക്കി ജീവനും വെച്ചിട്ട് തോന്നിവാസം അങ്ങ് ചെയ്യും. ഇന്നലെയും അവർ ബഹ്റൈനെയും സൗദി അറേബ്യയും UAE ഒക്കെ ആക്രമിച്ചു. എന്ത് കാര്യം? പക്ഷേ അങ്ങനെ ചെയ്യാണ്, വേറെ ഒന്നും ചെയ്യാനില്ല, അതുകൊണ്ട് ഇത് ചെയ്യുന്നു. അപ്പോൾ ഈ പറയുന്ന മറ്റ് രാജ്യങ്ങളൊക്കെ ഇറങ്ങി തിരിച്ചാൽ ഇറാൻ്റെ പതനം വളരെ പെട്ടെന്നാവുന്നുള്ള ഒരു സംശയം വേണ്ട. ഈ ഇറാൻ്റെ ഞാനിത്
പഴയ ഒരു എൻ്റെ നാട്ടിൻപുറത്തെ തമാശയാണ്. ഈ KSRTCയിൽ കണ്ടക്ടറും യാത്രക്കാരും തമ്മിൽ വഴക്കുണ്ടാകില്ല. അപ്പോൾ അങ്ങനെ വഴക്കുണ്ടായി ഒരു യാത്രക്കാരൻ പറഞ്ഞു തോറ്റു കഴിയുമ്പോൾ അടുത്ത ടെക്നിക്ക് നാട്ടിൻപുറത്തേക്ക് മുണ്ടുപോക്കി കാണിക്കുകയാണ്. അത് ചെയ്തു. കണ്ടക്ടർ എന്ത് ചെയ്യും? കണ്ടക്ടർ പാൻ്റല്ലേ ഇട്ടിരിക്കുന്നത്, അയാൾ അടുത്ത് നിൽക്കുന്ന ആളിൻ്റെ മുണ്ടുപോക്കി കാണിച്ചു. ഇതുപോലെയാണ് ഇപ്പോൾ ഇറാൻ ചെയ്യുന്നത്. അമേരിക്കയൊന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്നാൽ പിന്നെ സൗദി അറേബ്യയുടെ മുണ്ടുപോക്കി. മോശം പരിപാടിയാണ്. പക്ഷേ അവർക്ക് വേറെ നിവൃത്തിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ചെയ്യണ്ടേ, അത് ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഈ ഹോർമൂസിൽ ചില നിലപാടുകൾ സ്വീകരിക്കുമെന്ന് ഇറാൻ പറയുന്നതിനെ ഗൗരവമായിട്ട് തന്നെ കാണണം അല്ലേ? ഈ മൈനുകൾ വിതറുകയോ അല്ലെങ്കിൽ ആക്രമണം നടത്തുകയോ ഒക്കെ ചെയ്താൽ അതിനുള്ള സാധ്യത തള്ളിക്കളഞ്ഞൂടാ. അല്ല, അങ്ങനെ ഒരു ഡ്രമാറ്റിക് പരിപാടിയൊന്നും ഹോർമൂസ് കടലിടുക്കിൽ അവരെ കൊണ്ട് നടക്കില്ല. കാരണം ഇപ്പുറത്ത് ഒമാനുണ്ട്, പകുതി ഒമാൻ്റെയാണ്. ഹോർമൂസ് കടലിടുക്ക് മുഴുവൻ ഇറാനാരും തീരെ കൊടുത്തിട്ടൊന്നുമില്ല. കടലിൻ്റെ അതിർത്തി നോക്കിക്കഴിഞ്ഞാൽ പകുതി ഒമാൻ്റെയും പകുതി ഇറാൻ്റെയുമാണത്. അപ്പോൾ ഒമാന് ഒരു അവകാശമില്ലേ. മാത്രമല്ല, അന്താരാഷ്ട്ര കൺവെൻഷൻ സംഗതിയൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പൊതു വഴി അത് അടയ്ക്കാൻ പറ്റില്ല. രണ്ട് കടക്കാർ തമ്മിൽ വഴക്കുണ്ടെന്ന് ചോദിച്ചിട്ട് MG റോഡ് അടച്ച് വെയിൽ കിട്ടാൻ പറ്റുമോ? നിന്നെ തോപ്പിക്കാനെന്ന് പറഞ്ഞിട്ട് അത് നടക്കുന്ന കേസൊന്നുമല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.